ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമ വചനധ്യാനം ക്ലാസ് 30. 2033 എന്ന മഹാജൂബിലി വത്സരത്തെ എതിരേൽക്കാൻ നാം ആരംഭിച്ച നവവത്സര വചനധ്യാനം, അതിൻ്റെ പുതിയ നിയമത്തിൻ്റെ ക്ലാസ് 30. ഇപ്പോൾ നമ്മൾ 2025 എന്ന ജൂബിലി വത്സരത്തിലാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ജനിച്ചിട്ട് 2025 വർഷം. ഇനി ഇവിടുന്ന് 8 വർഷം കൂടി കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന 2033. അതിനൊരുക്കമായിട്ടുള്ള നമ്മുടെ ധ്യാനമാണ് വചനധ്യാനം. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 1-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ, 12 മുതൽ 14 വരെ വാക്യങ്ങളാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെ 12ഉം 13ഉം വാക്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 14-ാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം. ഈ 3 വാക്കുകളും, യേശുവിൻ്റെ അമ്മയായ മറിയം, അവൻ്റെ സഹോദരന്മാർ, പ്രാർത്ഥന, ഈ 3 കാര്യത്തെക്കുറിച്ചും ചെറുതായിട്ട് നമുക്ക് ധ്യാനിക്കാം. യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും, യേശുവിൻ്റെ ജനനത്തിലും ജീവിതത്തിലും മാത്രമല്ല, സഭയുടെ ആരംഭത്തിലും മറിയത്തിന് ഒരു പ്രത്യേക റോളുണ്ട്. അല്ലെങ്കിൽ അവളെ ഇവിടെ പരാമർശിക്കേണ്ട കാര്യമില്ലല്ലോ. യേശുവിൻ്റെ ജനനത്തിൽ മാത്രമാണ് മറിയത്തിന് റോളുള്ളതെങ്കിൽ എന്തിനാണ് സഭയുടെ ഉദ്ഘാടനത്തിൽ, ആ ഉദ്ഘാടനം നടക്കാൻ പോകുന്ന രംഗത്ത് മറിയത്തെ പരാമർശിക്കുന്നത്? നമ്മുടെ ഈ പെന്തക്കോസ്ത് ദൈവസഭക്കാർ, പിന്നെ യഹോവ സാക്ഷികളൊക്കെ അതിൽ പലരും വിചാരിക്കുന്നത് ഈ ഒരു പൈപ്പിലൂടെ ഇങ്ങനെ എന്തെങ്കിലും കടത്തിവിടുന്നത് പോലെ. ഇപ്പം നമ്മളിപ്പം വീഗാലാൻഡിലോ അങ്ങനെയുള്ള ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയാൽ ചില റൈഡുകളുണ്ടല്ലോ, ഇങ്ങനെ കുഴലിൻ്റെ ഉള്ളിക്കൂടെ വരുന്നത് പോലെയൊക്കെ. ഇതുപോലെ സ്വർഗത്തിൽ നിന്ന് മറിയം എന്ന കുഴലിൻ്റെ ഉള്ളിക്കൂടെ ദൈവം മനുഷ്യനായി എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് മറിയത്തിന് റോളില്ല. ദൈവം മനുഷ്യനായത് മറിയം എന്ന ഒരു പൈപ്പിൻ്റെ ഉള്ളിക്കൂടെ ഇങ്ങനെ പോകുന്നു എന്നാണ്. പണ്ട് ഒരു മുട്ടത്തോട് പോലെയാണെന്നാണ് മറിയം എന്നാണ് പഠിപ്പിച്ചിരുന്നത്. മറിയം മുട്ടത്തോട് പോലെ. ഇപ്പം അത് മാറ്റിയിട്ട് ഇങ്ങനെ പൈപ്പ് പോലെയാണെന്ന് പറയണേ. അതായത് മറിയത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ദൈവം മറിയം എന്ന കുഴലിക്കൂടെ ഇങ്ങോട്ട് കീഴ്പോട്ട് പോകുന്നു എന്നാണ്. സ്വർഗത്തിന് ഭൂമിയിലേക്ക് വന്നു. മറിയത്തിന് യാതൊരു റോളുമില്ല. 32 സ്ഥലത്ത് മറിയം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് പുതിയ നിയമത്തിൽ. ഇങ്ങനൊരു പൈപ്പ് പോലെയാണ് മറിയമെങ്കിൽ എന്തിനാണ് ഇവിടേക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? എന്തിനാണ് ഗബ്രിയേൽ മാലാഖയെ അയച്ചിട്ട് മറിയത്തിന് സമ്മതം ചോദിക്കുന്നത്? എന്തിനാണ് ഈ 10 മാസം ഈ ശിശുവിനെ, ഈ ഉണ്ണീശോയെ ഗർഭത്തിൽ വഹിച്ചത്? അപ്പോൾ ഈ ഈ ചോരയും നീരും എല്ലാം കൊടുത്തത് മറിയമല്ലേ? അമ്മിഞ്ചപ്പാല് കൊടുത്തതും മറിയമല്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ലേ ലൂക്കാസിന് സുവിശേഷം 11-ാം അധ്യായം 27-28? നിന്നെ വഹിച്ച ഉദരവും നിനക്ക് പാല് തന്ന മുലകളും ഭാഗ്യമുള്ളവ. അപ്പോൾ കർത്താവ് ഈശോ മിശിഹ മുലപ്പാൽ കുടിച്ചാണ് വളർന്നത്. അപ്പോൾ ഇതൊക്കെ ആ മുലപ്പാലിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് മറിയം യേശുവിന്. അവൻ പൂർണ്ണ മനുഷ്യനാണ്. അവന് ദാഹിച്ചു, അവന് ക്ഷീണമുണ്ടായിരുന്നു, അവൻ ഉറങ്ങിയിരുന്നു. അപ്പോൾ ഈ എല്ലാ മാനുഷികമായിട്ട് സംഗതികളെല്ലാം മറിയും. പിന്നെ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളും ജോസഫല്ലേ കൊടുത്തിരുന്നേ. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ മറിയത്തെ കൊച്ചാക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാതെ ഈ പെന്തക്കോസ്തുകാർ, യഹോവ സാക്ഷികൾ, ദൈവസഭക്കാർ, ബ്രദറൻ അസംബ്ലിക്കാർ, ബോൺ അഗൈൻ ക്രിസ്ത്യൻസ്, ഇങ്ങനെയുള്ള നാനാജാതി ആളുകൾ മുഴുവൻ കുർബാനയും മറിയുമാണ് അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റ്. ലോകത്തെ ഏറ്റവും വലിയ 2 തിന്മകളും, ഒന്ന് മറിയും, പിന്നെ ഒന്ന് പരിശുദ്ധ കുർബാനയാണ്. യാതൊരു കാര്യങ്ങളും അവർക്കറിയില്ല. ഏക മധ്യസ്ഥൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ വിശുദ്ധര പ്രാർത്ഥന വേണ്ടെന്ന് പറയും. വിശുദ്ധര പ്രാർത്ഥന വേണമെന്ന് വെളിപാട് പുസ്തകം നമ്മൾ 8-ാം അധ്യായം പറയുമ്പോൾ അപ്പോൾ അവർ വേറെ സംഗതിയിലേക്ക് എടുക്കും. വിഗ്രഹാരാധന പാടില്ല, തീർച്ചയായിട്ടും പാടില്ല. പക്ഷേ കുമ്പിടുന്നത് മുഴുവൻ ആരാധനയാണെന്ന് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എത്രയോ സ്ഥലത്ത് കുമ്പിടുന്നത് വിധേയപ്പെടലായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും തന്നെ തിരിച്ചറിയാതെ ഒരു തരം ഈ ആൻറ്റി കാത്തലിക്, കത്തോലിക്ക സഭയോടുള്ള അങ്ങേയറ്റം വൈരാഗ്യത്തിൽ നിന്ന് മറിയത്തെയും കുർബാനയെയും അങ്ങനെയുള്ള സകല സംഗതിയും എതിർക്കുന്നവരാണ്. ഇവിടെ സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും അവൻ്റെ സഹോദരന്മാരോടും ഒപ്പമാണ് സ്ലീഹന്മാർ, അപ്പസ്തോലന്മാർ, പിന്നെ 120 പേരിലെ ബാക്കിയുള്ളവർ പ്രാർത്ഥനയിൽ മുഴുകിയത്. അപ്പോൾ മറിയത്തിന് സഭയുടെ ആരംഭത്തിൽ റോൾ ഇല്ലെങ്കിൽ എന്തിനാണ് മറിയത്തെ അവിടെ പരാമർശിക്കുന്നത്? മറിയത്തിന് വലിയ റോളുണ്ട്. എന്താണ് റോള്? പണ്ട് ഈശോയെ ഗർഭം ധരിക്കുന്ന നേരത്ത് പരിശുദ്ധാത്മാവ് തന്നിലേക്ക് വന്നു. ആ തന്നിലേക്ക് വന്ന പരിശുദ്ധാത്മാവ് ലൂക്കാസിന് സുവിശേഷം 1:34-35 ഇപ്പോൾ സ്ലീഹന്മാരിലും സഭയിലും പ്രവർത്തിക്കാനായിട്ടാണ് അവൾ മറ്റുള്ളവരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകുന്നത്. ഞാനതൊന്ന് ആവർത്തിക്കുക.
പണ്ട് ഈശോയെ ഗർഭം ധരിക്കുന്ന നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് തന്നിലേക്ക് വന്നു. ആ പരിശുദ്ധാത്മാവുന്ന ആ മേഘത്തിനുള്ളിലായിരുന്നു മറിയം. ലൂക്കാസ് 1:34-35. ആ പരിശുദ്ധാത്മാവ് ഇപ്പോൾ സഭയിലും സ്ലീഹന്മാരിലും വന്ന് നിറയാൻ വേണ്ടിയാണ് മറിയം അവിടെ സന്നിഹിതയായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് ദൂരവ്യാപകമായ ഒരുപാട് വേറെ ചില മാനങ്ങളുണ്ട്. ഒന്ന്, യേശുവിൻ്റെ സ്വാഭാവിക കുടുംബവും യുഗാന്ത കുടുംബവും തമ്മിൽ ഒരു അന്തരമുണ്ട്, ഒരു വിഭാഗീയതയുണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ലൂക്കാസിന്റെ സുവിശേഷം 3:21-35. അതായത് സ്വാഭാവിക കുടുംബവും യുഗാന്ത കുടുംബം തമ്മിൽ ചെറിയൊരു അന്തരം മാത്രമല്ല, ഭിന്നതയുണ്ടാകും. വാള് എന്നാണ് അതിനെ കർത്താവ് വിശേഷിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം 10:34. ഈ ദൈവരാജ്യത്തിന്റെ പ്രഖ്യാപനം വഴി സംജാതമാകുന്ന കുടുംബത്തെയാണ് യുഗാന്ത കുടുംബം, എസ്കത്തോളജിക്കൽ ഫാമിലി എന്ന് പറയണേ. ദൈവരാജ്യത്തിന്റെ പ്രഖ്യാപനം വഴി രൂപമെടുക്കുന്ന യുഗാന്ത കുടുംബം. അതിന് കർത്താവ് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. ഇതാണ് യുഗാന്ത കുടുംബത്തിന് യേശു കൊടുത്ത നിർവചനം. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. ആ കുടുംബത്തിൽ മർക്കോസിന്റെ സുവിശേഷം 3:35 ഈ ജനക്കൂട്ടത്തിലെ സ്ത്രീ യേശുവിനോട് പറഞ്ഞു, ലൂക്കാസ് 11:27-28, നിന്നെ പകച്ച ഉദരവും നിനക്ക് നീ അമ്മിഞ്ഞം പാല് കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ. അതിന് മറുപടിയായിട്ട് ഈശോ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. യേശുവിൻ്റെ സ്വാഭാവിക കുടുംബത്തിലുള്ളവരും ഈ വ്യവസ്ഥ പാലിച്ചവരായി ലൂക്കാസ് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ലൂക്കാസിന്റെ സുവിശേഷം 8-ാം അധ്യായം 19-21 വരെ. അതായത് ഈ നിന്നെ വഹിച്ച ഉദരവും നിനക്ക് പാല് തന്ന മുലകളും ഭാഗ്യമുള്ളവ എന്ന് വെച്ചാൽ യേശുവിൻ്റെ സ്വാഭാവിക കുടുംബം, പ്രത്യേകിച്ച് അമ്മ. ആ അമ്മ ഭാഗ്യമുള്ളവളാണ്. കർത്താവ് പറയാണ്, ആ ഭാഗ്യത്തേക്കാൾ വലിയ ഭാഗ്യമാണ് കർത്താവിൻ്റെ വചനം കേട്ടത് പാലിക്കുന്നവർ. ആ കൂടുതൽ ഭാഗ്യപ്പെട്ട അവസ്ഥയിലും മറിയമുണ്ട്, യേശുവിൻ്റെ സ്വാഭാവിക കുടുംബമുണ്ട് എന്ന് ലൂക്കാസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൂക്കാസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 19-21 വരെ. ദൈവവചനം പാലിക്കുന്നവരുടെ കൂട്ടായ്മയിൽ മറിയവും ചേരുന്നത് ദൈവവചനം കേട്ട് അത് പ്രവർത്തിച്ച അമ്മയായതുകൊണ്ടാണ്. ലൂക്കാസ് 8:21, നടപടി 1:14. ഇത് തന്നെയാണ് എലിസബത്ത് പറഞ്ഞത്. കർത്താവ് അരുളി ചെയ്ത വചനം നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത വചനം നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവിൻ്റെ അമ്മ എന്നും എലിസബത്ത് മറിയത്തെ വിളിക്കുന്നുണ്ട്. എന്തുമാത്രം കാര്യങ്ങളാണ് മറിയത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ രഹസ്യം, യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട രഹസ്യം പിന്നൊരു മനുഷ്യ വ്യക്തിയിൽ ഏറ്റവും നന്നായിട്ട് ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറിയത്തിലാണ്. സ്ത്രീകളോട്, അമ്മയോട് ബഹുമാനമുള്ള ഒരാളും മറിയത്തെ മോശമാക്കില്ല. ഈ പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, യഹോവ സാക്ഷികൾ തുടങ്ങിയവരെല്ലാം സ്ത്രീകളെയും വളരെ മോശമായി ചിത്രീകരിക്കുന്നതുകൊണ്ടാണ് മറിയത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ബൈബിൾ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നാണ് ബൈബിള് എലിസബത്തിൻ്റെ വാക്കുകളിലാണ് അവൾ വിളിക്കുന്നത്. ഹൈറെ കെഹരിത്തോമനി എന്നാണ് മാലാഖ, ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ മറിയത്തെ വിളിക്കുന്നത്. ആനന്ദിച്ചാലും ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നാണ്. ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ. നമ്മൾ ഫുൾ ഓഫ് ഗ്രേസ് എന്നുള്ള ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ, നന്മ നിറഞ്ഞവളെ, ആ പരിഭാഷ പോലും പോരാ. കാരണം എസ്തപ്പാനോസിനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ എന്ന് വിളിക്കുന്നുണ്ട്. അതിനുപയോഗിക്കുന്ന വാക്ക് ഹാരിസ് പ്ലേരത്തോസ് എന്നാണ്. അതിനേക്കാളും ശക്തമായ വാക്കാണ് കെഹരിത്തോമനെ. ഹാരിസ്, നടുക്കുള്ള വാക്ക് ഹാരിസ്. ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നാണ് അർത്ഥം. ലോകാരംഭം മുതൽ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നാണ് ആ വാക്കിനർത്ഥം. നമ്മളെ ചിലര് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു എന്ന് പൗലോസ് പറയുന്ന വചനം അക്ഷരാർത്ഥത്തിൽ നിറവേറിയത് മറിയത്തിലാണ്. ചുരുക്കത്തിൽ ഈ ദൈവവചനം കേട്ടത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ ആ കൂടുതൽ ഭാഗ്യത്തിൽ യേശുവിൻ്റെ സ്വാഭാവിക കുടുംബത്തിൽപ്പെട്ട മറിയമുണ്ട്. കാരണം ദൈവവചനം പാലിക്കുന്ന ഒരു കൂട്ടായ്മയിൽ, സഭയിൽ, സ്ലീഹന്മാർ നടപടി 1:14, മറിയവും ചേരുന്നത് ദൈവവചനം കേട്ട് അത് പ്രവർത്തിച്ച അമ്മയായതുകൊണ്ടാണ്. ലൂക്കാസ് 8:21. ചുരുക്കത്തിൽ യേശുവിന് ജന്മം നൽകിയത് കൊണ്ട് മാത്രമല്ല, മറിയം ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, അവൾ രക്തബന്ധുവായതുകൊണ്ട് മാത്രമല്ല, ദൈവവചനം ശ്രവിച്ച് അത് അനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് മറിയം യേശുവിൻ്റെ യുഗാന്ത കുടുംബമായ ഈ സഭയിലേക്ക് പ്രവേശിക്കുന്നത്.
ഇത് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണേ. ഒന്ന്, ദൈവവചനം യേശുവിൻ്റെ സ്വാഭാവിക അമ്മയായതുകൊണ്ട് മാത്രമല്ല, ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ട അമലോത്ഭയായതുകൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല, പിന്നെ അവൻ്റെ രക്തബന്ധു ആയതുകൊണ്ട് മാത്രമല്ല, ദൈവവചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് മറിയം യേശുവിൻ്റെ യുഗാന്ത കുടുംബമായ സഭയിലേക്ക് പ്രവേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്തൊരു വിഭജനമുണ്ട്. യേശുവിൻ്റെ സ്വന്തം കുടുംബത്തിലും ഭിന്നതയുളവാക്കുന്ന ഒരു വാളായിരുന്നു അത്. ആ വാളാണ് മറിയത്തിൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറുമെന്ന് പറഞ്ഞത്. കുടുംബ ബന്ധങ്ങൾ വെല്ലുന്ന നീറുന്ന ഒരു പ്രക്രിയയിലൂടെ മാത്രമേ യേശുവിൻ്റെ യുഗാന്ത കുടുംബത്തിൽ അംഗമാകാൻ കഴിയൂ. അതാണ് വാൾ എന്ന് പറയുന്നത്. ഇസ്രായേലിൽ പലരുടെ ഉയർച്ചയ്ക്കും വീഴ്ചയ്ക്കും കാരണമാകാവുന്ന ആ വിഭജനത്തിൽ, ആ വാളില് ചുരുക്കം ചിലർക്കാണ് ഉയർച്ചയുള്ളത്. ലൂക്കാസ് 2:34. ആ ചുരുക്കം ചിലരിൽ ഒരാളാണ് മറിയം. അവളെ സ്വർഗത്തോളമാണ് ഉയർത്തിയത്. അന്ന് മാളികമുറിയിൽ സമ്മേളിച്ച 120 സഹോദരന്മാരിൽ ഒരാളായി മറിയമുണ്ട്. അതുകൊണ്ട് നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. എന്നിട്ട് ആ സ്ത്രീ സ്വർഗത്തിലാണ്. ദേവാലയം തുറന്നപ്പോൾ കാണപ്പെട്ട ആ വാഗ്ദാന പേടകം, ഉടമ്പടിയുടെ പേടകം, അത് സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയാണ്. സ്ത്രീ അത് മറിയമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ മറിയത്തെ എപ്പോഴും യേശു വിളിക്കുന്നത് സ്ത്രീയെ എന്നാണ്. സ്ത്രീയെ എനിക്ക് നിനക്കുമെന്ത്, സ്ത്രീയെ ഇതേ നിന്റെ മകൻ. സ്ത്രീയെ എന്ന് വിളിക്കുന്നതിന് കാരണം വെളിപാട് പുസ്തകത്തിൽ സ്ത്രീയായിട്ടാണ് മറിയം പ്രത്യക്ഷപ്പെടുന്നത്, ഉടമ്പടിയുടെ പേടകമായിട്ട്. വെളിപാട് പുസ്തകം 11-ാം അധ്യായം അവസാനത്തെ വാക്യവും 12-ാം അധ്യായം 1-ാമത്തെ വാക്യവും. സൂര്യനെ ഉടയാടയാക്കിയ എന്ന് വെച്ചാൽ സ്വർഗീയ സൗഭാഗ്യമുള്ള മറിയം. ഇതാണ് മറിയം സ്വർഗത്തിലേക്ക് ഉടലോടെ എടുക്കപ്പെട്ടതിൻ്റെ ഒരു തെളിവ് എന്ന് പറയുന്നത്. എനിക്ക് ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം ഞാൻ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറിയത്തിൻ്റെ സ്വർഗ്ഗസംവഹനത്തിന് ബൈബിളിലുള്ള തെളിവുകൾ. ചുരുക്കത്തിൽ മറിയം ഈ അങ്ങേറ്റം ഉയർച്ച, അതായത് വളരെ പേരുടെ ഉയർച്ചയ്ക്കും കുറേ പേരുടെ താഴ്ചയ്ക്കും കാരണമാകും ഈശോ എന്നാണ്. ആ ഉയർച്ചയിൽ പങ്കുപറ്റിയ ആളാണ് മറിയം. സ്വർഗത്തോളമാണ് അവളെ ഉയർത്തിയത്. തർക്കത്തിൻ്റെ വിഷയമായി സ്ഥാപിക്കപ്പെട്ട അടയാളമാണ് ഈശോ. ആ അടയാളത്തെ തിരിച്ചറിയുകയും യുഗാന്ത കുടുംബങ്ങൾക്ക് വേണ്ട വ്യവസ്ഥകളുടെ പരീക്ഷ പാസ്സാകുകയും ചെയ്തതുകൊണ്ടാണ് മറിയം ഈ യുഗാന്ത കുടുംബത്തിൽ 120 പേരുള്ള ആ സഭയുടെ ആദ്യത്തെ കൂട്ടായ്മയിൽ അംഗമായത്. മറിയത്തിന് യേശുവിന്റെ രക്തബന്ധത്തെ അതിശയിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഈ യുഗാന്ത കുടുംബത്തിൽ അംഗമാകാൻ ദൈവം കരുതി വെച്ചത്. അത് മറിയത്തിന്റെ ആത്മാവിന് പിളർന്ന ഒരു വാള് തന്നെയാണ്. അവന് ജന്മം കൊടുത്ത അമ്മയല്ലേ ഞാൻ അമലോത്ഭവയല്ലേ, കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളല്ലേ. അതൊന്നും പോരാ, അതൊക്കെ വേണം, പക്ഷെ അതൊന്നും പോരാ. അതിനേക്കാൾ വലിയ വ്യവസ്ഥയാണ് ദൈവപിതാവിൻ്റെ ഇഷ്ടം അത് അറിഞ്ഞ് പ്രവർത്തിക്കുക, അത് കേട്ട് അറിഞ്ഞ് പ്രവർത്തിക്കുക. അത് വലിയൊരു വാളാണ്. ഇതെല്ലാ അമ്മമാർക്കും ബാധകമാണ്. ശിശുക്കൾക്ക് ജന്മം കൊടുത്തുകൊണ്ട് മാത്രം അമ്മമാരുടെ മഹത്വം ആകുന്നില്ല. പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാകുമോ? ഇല്ല. ഇനി പ്രസവിക്കാതെ അമ്മയാകുന്നവരുണ്ട് ഇപ്പോൾ. അതും ശരിയാണോ? അപ്പം ഇതെല്ലാം മറിയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ്. യേശുവിൻ്റെ സ്വാഭാവിക കുടുംബത്തിൽ അംഗമാണ് എന്നതോ ഇസ്രായേൽക്കാരിയാണ് എന്നതോ യേശുവിൻ്റെ രക്ഷയുടെ പങ്ക് പറ്റാൻ മറിയത്തിനുള്ള യോഗ്യതയല്ല. അത് പോരാ. ആ യോഗ്യത ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടും വചനമനുസരിച്ചുകൊണ്ടും മറിയം നേടിയിരിക്കുന്നു. ഇതൊരു ഹൃദയനീറ്റൽ കൊണ്ടുവരുന്നു. മറിയത്തിനും നമുക്കും അനുസരണത്തിൻ്റെയും വിധേയത്തിൻ്റെയും പരീക്ഷ മറിയം പാസ്സായി. ലൂക്ക 1:38. അതോടെ പരീക്ഷണങ്ങൾ തീരുന്നില്ല. ലൂക്ക 2:19. വീഴ്ചകളും സഹനങ്ങളും നിറഞ്ഞ കഠിനമായ ഒരു പാതയാണ് മറിയത്തിനായി ദൈവം ഒരുക്കി വെച്ചത്. ഹൃദയത്തെ ഭേദിക്കുന്ന വാള്, ഹൃദയത്തെ ഭേദിക്കുന്ന വേദനയിൽ കൂടി കടന്നുപോയി കുരിശിലെത്തിയപ്പോഴാണ്, അപ്പോൾ മാത്രമാണ് മറിയത്തിൻ്റെ മരണത്തിന് സമ്മതം കൊടുത്ത കുരിശിന് താഴെ നിന്നപ്പോൾ മാത്രമാണ് മറിയത്തിനും ഈ പരീക്ഷ പാസ്സാക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ മറിയത്തിന് ഒരുപാട് ഉയർത്തിയെങ്കിലും ആ പരീക്ഷ പാസ്സായി ആ കാൽവരിലേക്ക് എത്താനും ഇപ്പോൾ ഈ വലിയ മാളികമുറിയിൽ വന്നിരുന്ന് സഭയ്ക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥനയിൽ ഈ പരിശുദ്ധാത്മാവ് സഭയിലേക്ക് വരാനും മറിയത്തെ അവിടെ കൊണ്ടിരുത്താൻ ദൈവം തീരുമാനിച്ചതിൻ്റെ പുറയിൽ ഇങ്ങനെയുള്ള വലിയൊരു പാത കിടപ്പുണ്ട്. അതത്ര എളുപ്പമുള്ള പാതയായിരുന്നില്ല മറിയത്തിന്. നമുക്കും അതെ. അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം യേശുവിൻ്റെ സഹോദരന്മാരാണ് എന്ന് ഞാൻ 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. അപ്പോൾ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. യേശുവിനെ കൂടാതെ മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നുവെന്ന് പുതിയ നിയമത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഒരിടത്തും. അതുവരെ അവൻ ജോസഫ്
ആ, അവളെ അറിഞ്ഞില്ല. അതിനുശേഷം അറിഞ്ഞു എന്ന് പറയുന്നത് പെന്തക്കോസ്തകാരാണ്. അതുവരെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ യേശു യോസഫിന്റെ മകനല്ല എന്ന അർത്ഥമുള്ളൂ. അതിനുശേഷം അറിഞ്ഞുവെന്നും എല്ലാ അറിവിലും മക്കളുണ്ടായെന്നും പറഞ്ഞിട്ടില്ല. പിന്നെ യേശുവിന് സഹോദരന്മാർ, ആ സഹോദരന്മാർ ആരാണെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 27 അധ്യായത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് യേശുവിൻ്റെ കസിൻസ് ആണ് അവിടെ പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാർ എന്ന വാക്ക് രക്തബന്ധുക്കളെ മാത്രം ഉപയോഗിക്കുന്ന വാക്കല്ല. എത്രയോ സ്ഥലത്ത് സഹോദരന്മാർ എന്ന വാക്ക് കസിൻസിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഈ അവനെ പ്രസവിക്കുന്നവരെ അവൾ അറിഞ്ഞില്ല. ജോസഫ് അവളെ മറിയത്തെ അറിഞ്ഞില്ല. അതിന് യേശുവിനെ പ്രസവിച്ചു കഴിഞ്ഞ് ജോസഫ് അറിഞ്ഞുവെന്നും ആ അറിവിലെല്ലാം മക്കളുണ്ടായെന്നും പെന്തക്കോസ്തകാരുണ്ടാക്കുന്ന വ്യാഖ്യാനം അല്ലാതെ ബൈബിളിലില്ല. അതുപോലെ സഹോദരന്മാർ എന്ന വാക്കിൽ നിന്ന് അത് മറിയത്തിൻ്റെ യേശുവിനെ കൂടാതെയുള്ള മക്കളാണെന്ന് വാദിക്കുന്നതും അവരാണ്, അല്ലാതെ ബൈബിളിൽ അത് തെളിവില്ല, സഭാ ചരിത്രത്തിലില്ല. അതുകൊണ്ട് യേശുവിനെ കൂടാതെ മറിയത്തിന് മക്കളുണ്ടായി എന്ന് വാദിക്കുന്നത് ബൈബിളിന് നിരക്കുന്നതല്ല, തിരുവചനത്തിന് നിരക്കുന്നതല്ല. ഈ ഗ്രീക്ക് അറിയാത്ത, ഹീബ്രു അറിയാത്ത ആൾക്കാരെ പറ്റിക്കാനായിട്ട് പെന്തക്കോസ്തക്കാർക്കും യഹോവസാക്ഷികൾക്കും പിന്നെ ദൈവസഭക്കാർക്കും പറയാം. പക്ഷെ അത് തിരുവചനത്തോട് ചേർന്ന് പോകുന്ന വ്യാഖ്യാനമല്ല. ഈ യേശുവിൻ്റെ കസിൻസിനെയാണ് സഹോദരന്മാരെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരെന്ന് പറയുമ്പോൾ എല്ലാവരും എൻ്റെ അമ്മ പെറ്റ മക്കളെന്നല്ല ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഗ്രീക്കിലും. ഈ തുടക്കത്തിൽ യേശുവിൻ്റെ ഈ കസിൻസ് ഒന്നും യേശുവിനെ ദൈവമായിട്ടൊന്നും ദൈവപുത്രനായിട്ടൊന്നും വിശ്വസിച്ചിരുന്നില്ല, യോഹന്നാൻ 7:5. എന്നാൽ ഇപ്പോൾ ഈ കർത്താവിന് ഉത്ഥാനം കഴിഞ്ഞപ്പോൾ അവർ മാനസാന്തരപ്പെട്ട് ഈ യേശുവിന് ശിഷ്യന്മാരായി മാറിയിരിക്കുന്നു. അതാണ് മത്തായി 12:46, മർക്കോസ് 6:3 എന്നീ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാം ഈ സഹോദരന്മാർ എന്നുള്ള വാക്ക്. ഞാൻ പറഞ്ഞില്ല, ഞാൻ മുമ്പ് വളരെ വിശദമായിട്ട് അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ മറിയത്തിൻ്റെ മക്കളല്ല, യേശുവിൻ്റെ ഫസ്റ്റ് കസിൻസ്. ഒരു വാക്കുകൂടിയുണ്ട്, പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രമാത്രം പരിശുദ്ധാത്മ നൽകുകയില്ലെന്ന് യേശു പഠിപ്പിച്ചിരുന്നു. മത്തായി 11:13, മത്തായി 7:11, ലൂക്ക 11:13. പരിശുദ്ധാത്മൻ്റെ അഭിഷേകത്തിനായി, പരിശുദ്ധാത്മൻ്റെ വരവനെ അഭിഷേകം എന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മൻ്റെ വരവനായി അഭിഷേകത്തിനായി കാത്തിരിക്കുന്ന ആദിമസഭ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ തുറന്ന ഹൃദയം, സരള ഹൃദയം, തുറന്ന കൈകളുമായി പ്രാർത്ഥനയിൽ മുഴുകുന്നു. സഭയുടെ ജീവിതത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും അനിവാര്യമായ ഊർജ്ജ സ്രോതസ്സാണ് ഈ പ്രാർത്ഥന. മറിയും അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ മറിയത്തിനറിയാം എങ്ങനെയാണ് പ്രാർത്ഥനയിൽ ഇരിക്കേണ്ടതെന്ന്. ആ മറിയം ഇവരുടെ കൂടെ ഇരുന്ന് എങ്ങനെയാണ് തന്നിലേക്ക് പരിശുദ്ധാത്മ വന്നതെന്നും തന്നോട് ചോദിക്കുന്നവർക്ക് എന്തുമാത്രം പരിശുദ്ധാത്മ നൽകിയെന്നും കർത്താവ് പഠിപ്പിച്ചുള്ള കാര്യമൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ആദ്യത്തെ സഭാ കൂട്ടായ്മയിൽ മറിയം പ്രാർത്ഥനയുടെ ഒരു ഉത്തമ മാതൃകയായിട്ട് അവിടെ നിൽക്കുന്നു. സഭയാണെങ്കിലും ഈ മറിയത്തോലെ പോലെ തന്നെ ഈ തങ്ങളുടെ ഊർജത്തിൻ്റെ സ്രോതസ്, ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്, പരിശുദ്ധാത്മാവാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ പരിശുദ്ധാത്മൻ്റെ ആഗമനത്തിനായി, ആ പരിശുദ്ധാത്മൻ്റെ അഭിഷേകത്തിനായി, വരവനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. സ്ലീഹന്മാർ നടപടി 1:24, 2:42, 4:43, 6:6, 9:11, 10:9, 12:5. പിന്നെ കത്തോലിക്ക സഭയുടെ മതബോധനം 26-23. ഇവിടെയൊക്കെ കാണാം സഭയുടെ ഊർജ്ജ സ്രോതസ് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇല്ലേ, ആ 3 പേരും തമ്മിലുള്ള സംഭാഷണത്തിലേക്ക് നമ്മെ തന്നെ എടുത്തു വെക്കുകയാണ്. അപ്പോൾ അവർ തീരുമാനിച്ച് പരിശുദ്ധാത്മ നമ്മിലേക്ക് അയക്കുകയാണ്. ഇതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. തന്നോട് ചോദിക്കുന്നവർക്ക് എന്തുമാത്രം പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നമ്മുടെ പ്രാർത്ഥനയും ഇങ്ങനെയാകട്ടെ. പരിശുദ്ധാത്മൻ്റെ വരവനായി, പരിശുദ്ധാത്മൻ്റെ ആവാസത്തിനായി, പരിശുദ്ധാത്മൻ്റെ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ മടിത്തട്ടിലേക്ക് നമ്മൾ എടുത്തു വയ്ക്കപ്പെടുകയും നമ്മൾ പരിശുദ്ധാത്മ കൊണ്ട് നിറയുകയും ദൈവത്തിൻ്റെ ഹിതം നമ്മൾ തിരിച്ചറിയുകയും അത് പ്രവർത്തിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇത് എളുപ്പമുള്ള സംഗതിയല്ല. ഇത് ഒരു വാള് നമ്മൾ ക്രിയേറ്റ് ചെയ്യാതെ, ഒരു ഹൃദയഭേദം. നമ്മൾ മാമോദിസ മുങ്ങി, നമ്മൾ കുർബാന സ്വീകരിച്ചു, അങ്ങനെ കർത്താവിൻ്റെ സ്വാഭാവിക കുടുംബമായിട്ട് മാറി എന്നൊക്കെ തോന്നിയാലും അത് പോരാ. കർത്താവിൻ്റെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം വചനം കേട്ട് അത് നിവൃത്തിയാക്കുന്നവരാണ് ഈ യുഗാന്ത കുടുംബത്തിലെ അംഗങ്ങൾ. അങ്ങനെ ആകുക എന്നുള്ളത് ഈ മാമോദിസ മുങ്ങിയാലും സൈർലേപനം സ്വീകരിച്ചു, കുർബാന സ്വീകരിച്ചു, അതിനെ കവിഞ്ഞു പോകണം. അതിലൂടെയൊക്കെ സംഭവിക്കുന്നത് ഈ വചനം കേട്ടത് പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഹൃദയം ഭേദിക്കുന്ന വാള് തന്നെയാണ്. അങ്ങനെ ഒരു വേദനയിൽ കടന്നു പോയാലേ കർത്താവിൻ്റെ യഥാർത്ഥ കുടുംബത്തിൽ അംഗമാവുകയും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മിൽ ഉണ്ടാവുകയും ചെയ്യൂ. അങ്ങനെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.